ബിഗ് ബോസിൽ യാതിൽ എന്തായി കാണിച്ചു കൂട്ടുന്നത്? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളുടെ എപ്പിസോഡ് ലൈവൊക്കെ പറ്റപ്പോഴൊക്കെ കാണാറുണ്ട്. ഈ കാണുന്ന സമയത്ത് ആദിലിൽ വന്നൊരു മാറ്റം വല്ലാത്തൊരു മാറ്റമാണ്, പറയാണ്ടിരിക്കാൻ വയ്യ. ഈ കുട്ടി എന്തൊക്കെയാണ് ചെയ്തു കൂടുന്നത്? ശരിക്കും പുറത്ത് ഒരുപാട് ആൾക്കാർ ഇവർ രണ്ടുപേരെയും ഇഷ്ടപ്പെട്ട് വരികയായിരുന്നു. ഈ ലക്ഷ്മിയുടെ ആ സ്റ്റേറ്റ്മെൻറ്റിനൊക്കെ ശേഷം ഇവരെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരാണ്, ഇവർ ജോലിയും കൂലിയില്ലാത്തവരാണ് എന്നൊക്കെ പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിന് ശേഷം ലാലേട്ടൻ അവരെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് കയറ്റും എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ആളുകൾ വല്ലാണ്ട് അക്സെപ്റ്റൻസ് ഇവർക്ക് കൊടുത്തു തുടങ്ങിയൊരു സമയമായിരുന്നു. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ആദിലിൽ വല്ലാത്ത മാറ്റങ്ങളാണ് സംഭവിച്ചത്. അപ്പോൾ ഇന്ന് നമ്മളെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതും ആദിലെക്കുറിച്ചും അതുപോലെ തന്നെ മറ്റൊരു കണ്ടസ്റ്റൻറ്റിനെ കുറിച്ചുമാണ്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ച് ആ ഹൈപ്പൊക്കെ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തും. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഒരു പ്രമോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിനകത്ത് ആദിൽ എത്ര മോശമായിട്ടാണ് അനീഷിനോട് പെരുമാറുന്നത്. കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് അത് തുടർന്ന് വരുന്നൊരു കാര്യമാണ്. ഇപ്പോൾ ലക്ഷ്മിയുടെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ആ സ്റ്റേറ്റ്മെൻറ്റിന് ലാലേട്ടൻ ലക്ഷ്മീനെ നിർത്തിപ്പൊരിച്ചതിന് ശേഷം ഞാൻ എൻ്റെ വീട്ടിലേക്ക് അവരെ കയറ്റും എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ആദിലേക്ക് വല്ലാണ്ട് അഹങ്കാരം കയറിയിട്ടുണ്ട്. അത് മാത്രമല്ല, റിയാസ് ബിഗ് ബോസ് ഹൗസിലേക്ക് ഗസ്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ ഹോട്ടൽ ടാസ്കിൽ. റിയാസ് വന്നു പോയതിന് ശേഷവും ഒക്കെയാണ് ആദിലിൽ ഈ മാറ്റം കാണുന്നത്. നൂറ് പക്ഷേ ശരിക്കും എങ്ങനെയാണോ കളിച്ചു വന്നത് അതുപോലെ തന്നെ കളിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. മോശമായിട്ടൊന്നും ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാൻ എപ്പിസോഡിലൊന്നും കണ്ടില്ല, ലൈവ് കാണുന്നത് വളരെ കുറച്ചായതുകൊണ്ട് എപ്പിസോഡിൽ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല മോശമായിട്ട് പെരുമാറുന്നത്. പക്ഷേ ആദിൽ അങ്ങനെ അല്ല. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിനകത്ത് വരാനുള്ളൊരു സാധനം ഇന്നലത്തെ പ്രമോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത്രയും മോശമായിട്ടാണ് ആദില അനീഷിനോട് പെരുമാറുന്നത്. എന്തുകൊണ്ട് ആദിൽ അനീഷിനോട് മാത്രം ഇങ്ങനെ പെരുമാറുന്നു ചോദിച്ചാൽ മനസ്സിലാവുന്നില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, ആ പ്രമോ ഒന്ന് കണ്ടു നോക്കാം. ആ പ്രമോ ഒന്ന് കണ്ടിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. ആദില, കുറെ അധികം നേരമായി ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യുന്നു. ഇയാളുടെ തരത്തിൽ പോയി കളിക്കണോ? പാത്രം കഴുകി പോയിട്ട് പോടോ താൻ. അതിലേക്ക് ഇപ്പൊ പാത്രം കഴുകാൻ പോവാൻ പറ്റുമോ ഇല്ലേ? ഒരുമാതിരി വൃത്തിയായിട്ട പരിപാടി കാണിക്കല്ലേ. ഇയാള് പോവാൻ നോക്ക്. ഞാൻ കഴുകി പോകണ്ട്. ചെയ്യാൻ പാടില്ല. ഞാൻ ചെയ്യാന്ന് പറഞ്ഞില്ലേ? എന്തൊക്കെയാണ് ഈ കുട്ടി ചെയ്യുന്നത്? അനീഷ് പോയിട്ട് വിളിക്കുന്നു. വെസൽ ടീമിൻ്റെ ക്യാപ്റ്റനാണ് അനീഷ്. സോ ഇവർക്ക് ഓരോ ആൾക്കാർക്കും ഓരോ സമയം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദിലയുടെ സമയമായിട്ടുണ്ടാവും. ആ സമയത്ത് പോയി വിളിച്ചു, പോകാൻ തയ്യാറാവുന്നില്ല. പകരം ഇയാളുടെ കാര്യം നോക്ക്, തരത്തിന് പോയി കളിക്ക്. കുറച്ച് ദിവസം മുൻപ് ആദില അനീഷിനെ മണ്ടൻ എന്ന് വിളിച്ചു. മണ്ടൻ 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 എന്ന് റിപ്പീറ്റ് ചെയ്ത് കുറേ പ്രാവശ്യം വിളിച്ചു. അപ്പോൾ അനീഷ് വളരെ കാമായിട്ട്, ഞാനിപ്പോൾ അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല, അനീഷിന് ഒരുപാട് സപ്പോർട്ട് പൊതുജനങ്ങൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ആദിലയ്ക്കും നൂറയ്ക്കും കൊടുത്തിരുന്നതും. ഞാനും ആദിലയുടെ നൂറയുടെയും ഒരു വെൽവിഷറെ പോലെ തന്നെ ആയിരുന്നു. എനിക്ക് ആ കുട്ടികളെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഇവർ വന്ന സമയത്ത്. പക്ഷേ ഇപ്പോൾ അറ്റ് പ്രസന്റ് എന്ന് പറയുന്നത് ആദിലയുടെ ക്യാരക്ടർ കണ്ടിട്ട് ആ ഇഷ്ടം അങ്ങ് മാറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നൂറയോട് അങ്ങനെ ഒരു ദേഷ്യം തോന്നുന്നില്ല. പക്ഷേ ആദിലയുടെ ഒരു അരഗൻറ്റ് എന്തോ അനീഷിനോടൊരു പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് പെരുമാറുന്ന പോലെ. ചില സമയം കാണുമ്പോൾ ആദിൽ അങ്ങോട്ട് സ്നേഹം കാണിക്കുന്ന പോലെ തോന്നും, ചില സമയത്ത് വല്ലാണ്ട് അരഗൻ്റായിട്ട് പെരുമാറുന്ന പോലെ തോന്നും. ഇത് ഗെയിമിൻ്റെ ഭാഗമാണെങ്കിൽ ഓക്കെ, പക്ഷെ അത് ഗെയിമിൻ്റെ ഭാഗമാണെന്ന് തോന്നുന്നില്ല. എന്തോ ഒരു പേഴ്സണൽ ഒരു ഗ്രഡ്ജ് ഉള്ളിൽ വെച്ചുകൊണ്ട് പെരുമാറുന്ന പോലെയാണ് ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു പ്രമോയ്ക്കകത്ത് കാണിക്കുന്ന പ്രകാരം അത് എപ്പിസോഡിൽ വന്നാലേ എന്തുകൊണ്ടാണ് അതിൽ ഇന്ന് ഇങ്ങനെ പെരുമാറുന്നതെന്ന് മനസ്സിലാവത്തുള്ളൂ. പക്ഷേ പ്രമോയിൽ കാണിക്കുന്ന വെച്ച് നോക്കുമ്പോൾ അനീഷ് വന്ന് വെസൽ കഴുകാൻ വേണ്ടി വിളിക്കുന്നു. ആദിലയുടെ സമയമായിരിക്കും ആ സമയത്ത്. ആദില തിരിച്ച് പറ്റില്ല എന്നൊക്കെ ലെവലിൽ സംസാരിക്കുന്നു. അത് കഴിഞ്ഞ് എന്നാൽ ശരി ഞാൻ കഴുകിക്കോളാം എന്നും അനീഷ് പോവാണ്. അനീഷ് പോയി കഴുകാൻ തുടങ്ങുമ്പോഴേക്കും ആദില വരുന്നു. വരുന്നതിന് മുൻപ് തന്നെ അനീഷിൻ്റെ ബെഡ്ഷീറ്റും ബ്ലാങ്കറ്റും കാര്യങ്ങളെല്ലാം വലിച്ചെറിയുന്നു, പില്ലോയൊക്കെ വലിച്ചെറിയുന്നു. അതിനുശേഷം അവിടെ ചെന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന സ്പൂണൊക്കെ എടുത്തെറിയുന്നു. ശരിക്കും ഈ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? അതായത് മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചോ? ഈ ഇത്രയും നാൾ ഒരു ഫർണസിനകത്ത് നിൽക്കുന്ന പോലെയാണ് ബിഗ് ബോസ് ഹൗസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് നിന്നിട്ട് ഇവർ വിചാരിക്കുന്നുണ്ടാവും ഈ അനീഷിനെ പ്രൊവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുറത്ത് ഇവർക്ക് അക്സെപ്റ്റൻസ് കൂടും, ഒരുപാട് പോസിറ്റീവ് കമൻറ്റ്സ് വരും, അതുപോലെ തന്നെ ഒരുപാട് സപ്പോർട്ടേഴ്സ് കൂടും എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാണോ എന്നറിയില്ല. കാരണം നോമിനേഷനിൽ വരുമ്പോഴെല്ലാം അതിൽ നിന്ന് കരകയറി പോകുന്നുണ്ടല്ലോ. അപ്പോൾ അത്രമാത്രം അക്സെപ്റ്റൻസ് ഇവർക്ക് നാട്ടിലുണ്ടായി, സൊസൈറ്റിയിൽ ഉണ്ടായി എന്ന് വിചാരിച്ചിട്ടാണോ എന്നറിയില്ല. പക്ഷേ ഇപ്പോഴും ഒരു വിഭാഗം ആൾക്കാർ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് അറിയാഞ്ഞിട്ടാണോ ഇങ്ങനെ പെരുമാറുന്നതെന്ന് മനസ്സിലാവുന്നില്ല. എന്നാൽ നൂറ നേരെ ഓപ്പോസിറ്റുമാണ്. ആദിലയുടെ തെറ്റുകൾ നൂറ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ കുട്ടി തിരുത്താൻ തയ്യാറാവുന്നില്ല. നൂറ എന്തെങ്കിലും പറയുമ്പോൾ തന്നെ എനിക്കറിയാം എന്താ വേണ്ടതെന്ന് എന്ന ലെവലിലാണ് ആദില നിൽക്കുന്നത്. ഇത് ആദിലയുടെ എക്സാക്ട് ക്യാരക്ടർ ആണോ അതോ ഇത് ഗെയിമിൻ്റെ ഭാഗമാണോ? ഇതിന് ശേഷം ചെയ്യുന്നുണ്ട്. അതായത് അനീഷ് വെള്ളം എടുത്ത് വെച്ചത്, പാത്രം കഴുകാൻ വേണ്ടി വെള്ളം എടുത്ത് വെച്ചത് ആദില തട്ടിമറിച്ച് കളയുന്നു. ആ കയ്യിൽ വീണ വെള്ളത്തെ അനീഷിൻ്റെ നേർക്ക് കുടയുന്നു.
എന്തൊക്കെയാണ് ചെയ്യുന്നത്? സ്വന്തം വീട്ടിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമോ? അല്ല, എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, എന്ത് പറ്റി കുട്ടിക്ക്? ഞങ്ങളെല്ലാവരും അംഗീകരിച്ചു, അതുകൊണ്ട് ഇനി എനിക്ക് എന്തുമാവാം എന്നൊരു ആറ്റിറ്റ്യൂഡാണോ? വളരെ മോശം. ഇപ്പോൾ കാണിച്ചു കൊടുക്കുന്നത് വളരെ മോശം. കഴിഞ്ഞ ഒരാഴ്ച മുന്നേ വരെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് വളരെ മോശം പെരുമാറ്റമാണ്. ഈ പോക്കാണ് അതിലെ പോകുന്നതെങ്കിൽ അധികം നാൾ ബിഗ് ബോസ് ഹൗസിൽ നിൽക്കില്ല. കഴിയുന്നതും ഈ ആഴ്ചയോ അല്ലെങ്കിൽ അടുത്ത ആഴ്ചയോ അതിലെ പുറത്തേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ പോവുകയാണെങ്കിൽ, ഈ രീതിയിൽ പോവുകയാണെങ്കിൽ അതിന് എല്ലാ സാധ്യതയുണ്ട്. ഇനി ആദിലേനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സ് വന്ന് തെറി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഞാൻ പറയുന്നത് ഫാക്റ്റാണ്, കണ്ട കാഴ്ചകളാണ്, കണ്ട കാര്യങ്ങളാണ്. ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് കൊള്ളുമായിരിക്കും ചിലപ്പോൾ, ഇഷ്ടപ്പെടാതില്ല. ഒരു കാരണവശാലും ആദിലേനും നൂറേനും എനിക്ക് ഇഷ്ടമില്ലാതെ ഇല്ല. അവർ രണ്ടുപേരും രണ്ട് വ്യക്തികളാണ്, അവർക്ക് എങ്ങനെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് അതിലൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ അതിലെ ബിഗ് ബോസ് ഹൗസിൽ കാണിച്ചു കൂട്ടുന്നത് വളരെ മോശമാണ്. അത് മോശമാണെങ്കിൽ നമ്മൾ മോശം തന്നെ പറയണം, അതിനെ പിന്നെ കൊടി പിടിക്കേണ്ട കാര്യമില്ല. വളരെ മോശമാണ് ഇപ്പോൾ ചെയ്തു കൂട്ടുന്നത്. അതുപോലെ തന്നെയാണ് നെവിൻ എന്തിനാണ് ബിഗ് ബോസ് ഹൗസിൽ വന്നത്? ഏത് ടാസ്ക് കൊടുത്താലും ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം നിൽക്കുന്ന പോലെ, കട്ട് തിന്നാൻ വേണ്ടി മാത്രം നിൽക്കുന്ന പോലെ. ഒരു സമയത്ത് നെവിൻ എൻ്റർടൈനർ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ നെവിനെ കാണുമ്പോൾ തന്നെ പേടിയാവുകയാണ്, ഒരുതരം വൈരാഗ്യം വെച്ച് പെരുമാറുന്ന പോലെ. കഴിഞ്ഞ ദിവസം ഒരു സീൻ കണ്ടു, കത്തി ഈ കപ്പിലിട്ട് രാഗിക്കൊണ്ടിരിക്കുന്നു. അന്നേരം അനീഷ് ചോദിക്കണ്ടായിരുന്നു, എന്തിനാ ഇത് രാകുന്നത്? ആവശ്യം വന്നാലോ? മറുപടിയാണ്, ആവശ്യം വന്നാലോ. അത് ആർക്കിട്ടാണ് കൊടുക്കുന്നത്? ഷാനവാസിനിട്ട്. അപ്പോൾ അനീഷ് ചോദിക്കേണ്ടത്, നീ ഇതുവരെ അത് വിട്ടില്ലേ? അതെനിക്കങ്ങനെ വിടാൻ പറ്റില്ല. പിന്നെ ഇവൻ എന്തുദ്ദേശിച്ചാണ് ലാലേട്ടന് മുമ്പിൽ പറഞ്ഞത്? ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നു, ഞാൻ അങ്ങനെ സംസാരിക്കാൻ പാടില്ലായിരുന്നു, ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നു, മനസ്സിൽ തട്ടി പറയുന്നതാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവരൊക്കെ ശരിക്കും ലാലേട്ടന് മുമ്പിലാണോ ശരിക്കും അഭിനയിക്കുന്നത്? എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ജിസേൽ ലാലേട്ടന് മുമ്പിൽ ഭയങ്കര ക്യൂട്ട്നെസ് ആണ്, വാര്യം കൂടെ എറിയാണ്. ആര്യൻ ലാലേട്ടന് മുമ്പിൽ പൊട്ടം കളിക്കുകയാണ്. സാബുമാൻ പിന്നെ അറിയാമല്ലോ, ഇപ്പം അത്യാവശ്യം സപ്പോർട്ടേഴ്സ് കൂടിയിട്ടുണ്ട് സാബുമാൻ. അവരൊരു നല്ല വ്യക്തിയാണ്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ അല്ല, നല്ലൊരു വ്യക്തിയാണ്, അതില്ലെന്ന് പറയുന്നില്ല. എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന, ആരെയും പിണക്കണ്ട എന്ന് ചിന്തിക്കുന്ന, ആർക്കെങ്കിലും എതിരെ സംസാരിക്കേണ്ടി വന്ന അയ്യോ അവരെന്ത് വിചാരിക്കും എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ് സാബുമാൻ. പക്ഷേ അതൊരു ബിഗ് ബോസ് ഹൗസിൽ പറ്റുന്നൊരു ഗെയിം അല്ലല്ലോ. അതുകൊണ്ട് തന്നെ സാബുമാൻ അവിടെ എനിക്കൊന്ന് ആ ഹോട്ടൽ ടാസ്കിൽ ആ പ്രതിമയായിട്ട് നിൽക്കേണ്ടി വന്നതുകൊണ്ട് അത് കണ്ടിട്ട് ആളുകളുടെ ഒരു സഹതാപം സാബുമാന് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ബേസിലാണ് സാബുമാൻ ഇപ്പം നിന്ന് പോകുന്നത്. ഈ ആഴ്ച കടന്നു പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ആഴ്ച കഴിഞ്ഞ് അടുത്ത ആഴ്ചത്തേക്ക് സാബുമാൻ ഉണ്ടാകുമോ എന്നുള്ളത്, ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടാകുമോ എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. എല്ലാവരും ഗെയിം കളിക്കുന്നുണ്ട്. ഇപ്പോൾ ആദിലയുടെ കാര്യം പറയുമ്പോൾ പോലും നേരെ ഓപ്പോസിറ്റ് ക്യാരക്ടറാണ് നൂറയ്ക്ക്. നൂറ ആരോടും അങ്ങോട്ട് പോയിട്ട് അനാവശ്യമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പോകുന്നത് കണ്ടിട്ടില്ല. ഇവർ രണ്ടുപേരും രണ്ട് കണ്ടസ്റ്റൻസ് ആണെങ്കിലും എപ്പോഴും ഒരുമിച്ചാണ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്, ഒരുമിച്ചാണ് സംസാരിക്കുന്നത്. ഒരാളെ പറഞ്ഞാൽ മറ്റേ ആൾ കയറി ഇടപെടും. ഇതൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഒരിക്കലും ആദിലെ പോലെ നൂറ അങ്ങോട്ട് പോയിട്ട് പ്രൊവോക്ക് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങോട്ട് പോയിട്ട് അനാവശ്യം പറയാനോ ഒന്നും നിൽക്കുന്ന കാണുന്നില്ല. പിന്നെ ഗെയിമിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ അനീഷിൻ്റെ ബോട്ടിൽ ഞെളുക്കുന്നതും അതൊക്കെ ഓക്കെ, ഫൈൻ, അതൊന്നും പ്രശ്നമില്ല. പക്ഷേ ആവശ്യമില്ലാണ്ട് ഒരാളെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി അയാളുടെ പുറകെ നടന്ന് ഇറിറ്റേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അയാളെ പുറകെ നടന്ന് മണ്ടാന്ന് വിളിക്കുക, പോടാന്ന് വിളിക്കുക, ചെയ്യേണ്ട ഡ്യൂട്ടി ചെയ്യാതിരിക്കുക, അതൊന്നും ഒരു ഗെയിമർക്ക് പറ്റിയ പരിപാടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം നിങ്ങൾ ചോദിക്കും അനീഷ് വന്ന സമയത്ത് എന്താ ചെയ്തത്? എല്ലാവരും ഇറിറ്റേറ്റ് കൊണ്ടിരുന്നല്ലേ? ആളുകളെ മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മൾ ഗെയിം അതനുസരിച്ച് മാറ്റണോ വേണ്ടിയോ? അത് ചെയ്യുന്നില്ല. ഇവരെ പലരും അത് ചെയ്യുന്നില്ല. ഇവിടെ ഈ സീസണിൽ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, എല്ലാവരും ഉള്ളിൽ എന്തോ വൈരാഗ്യം വെച്ച് പെരുമാറുന്ന പോലെയാണ്. ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, പരസ്പര ബഹുമാനമില്ല. ഇവൻ വിളിക്കുന്നത് പോലും വളരെ മോശമായിട്ടാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും സംബോധന ചെയ്യുന്ന പോലും വളരെ മോശമായിട്ടാണ്. ഇങ്ങനെയൊക്കെയാണോ ഇവർ പുറത്തും ബിഹേവ് ചെയ്യുന്നത്? ഗെയിം എന്ന് എത്ര പറഞ്ഞാലും ഒരാളുടെ സ്വഭാവമല്ല ഇവിടെ കാണിക്കുന്നത്. ആദ്യത്തെ ഒരു 2 ആഴ്ചയൊക്കെ രേണുസുതി പറയുന്ന പോലെ ആദ്യത്തെ 2 ആഴ്ചയൊക്കെ ചിലപ്പം ഈ പറയുന്ന പോലെ ഫേക്ക് കാണിച്ചിട്ട് യഥാർത്ഥ സ്വഭാവം പുറത്ത് വരാതെയൊക്കെ ഇരിക്കാൻ പറ്റും. പക്ഷെ ഇപ്പോൾ 50ാമത്തെ ദിവസം കഴിഞ്ഞു, 52, 53 ഒക്കെ ആയി. ഇപ്പോൾ വരുന്നതാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് യഥാർത്ഥ ഫേസ്, റിയൽ ഫേസ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുക പലരുടെയും. എനിക്ക് ഇനി ഈ അനീഷിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ, എനിക്ക് ഇന്നലെ അനീഷ് ചെയ്ത ടാസ്കിനിടയിൽ കൂടി ഈ ജ്യൂസിലൊക്കെ ചവിട്ടി മെതിച്ച് നടന്ന സംഭവം എനിക്കത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അത് വേറെ ഒന്നും കൊണ്ടല്ല, ചെയ്യാൻ പാടില്ല. ഭക്ഷണ സാധനമാണ്. ഭക്ഷണം, ഒരു നേരത്തെ വെള്ളം, ഇതൊക്കെ നമുക്ക് വളരെയധികം വാല്യൂ ആയിട്ടുള്ള സാധനങ്ങളാണ്. അതിനെ ചവിട്ടി മെതിക്കുക, എടുത്തെറിയുക, അത് വളരെ മോശം. എന്തിൻ്റെ പേരിലാണെങ്കിലും അതൊരു ഗെയിമാണ്. ഇവരൊന്നും ഗെയിമിനെ ഗെയിമായിട്ടല്ല കാണുന്നത്. അതിനകത്ത് പോലും ഒരു പേഴ്സണൽ ഒരു ഈർഷ്യ, ദേഷ്യമൊക്കെ വെച്ചിട്ടാണ് പെരുമാറുന്നത്. പുറത്തിറങ്ങിയിട്ട് നാളെയും കാണേണ്ട ആൾക്കാരല്ലേ? എന്തിനാണ് ഈ വൈരാഗ്യം കാണിക്കുന്നത്? മനസ്സിലാവുന്നില്ല. അപ്പോൾ ആദിലയുടെ ഗെയിം ആദില ഇങ്ങനെ പോവുകയാണെങ്കിൽ വിത്തിൻ 2 വീക്സ് ആദില എവിക്റ്റ് ആയിരിക്കും. അതിന് യാതൊരു സംശയവും വേണ്ട. നൂറ മാത്രം അവിടെ നിന്ന് കളിക്കും. ഇനി ആദില പോയി കഴിഞ്ഞാൽ നൂറയ്ക്ക് മര്യാദ കളിക്കാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ നൂറ എന്ത് സംസാരിക്കുമ്പോഴും അത് ആദിലയ്ക്ക് ഫീൽ ചെയ്യും. ആദിലയ്ക്കെതിരെ നൂറയ്ക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, ആദിലയുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നില്ല. ഇതാണ് നൂറയുടെ ഒരു അവസ്ഥ. അത് ആദില അവിടെ നിന്ന് എവിക്റ്റായി പോയാൽ മാത്രമേ നൂറയ്ക്ക് മര്യാദയ്ക്ക് ഗെയിം കളിക്കാൻ പറ്റുള്ളൂ. അത് ഉടനെ സംഭവിക്കുന്നതാണ്. ഈ പോക്കാണെങ്കിൽ അത് ഉടനെ സംഭവിച്ചിരിക്കും. അതുപോലെ തന്നെ നെവിൻ്റെ കാര്യം, എന്തിനാണോ നിൽക്കുന്നത്
ഇപ്പം ശരിക്കും നെവിനെ ഇഷ്ടപ്പെട്ട് വെറുത്ത് പോയൊരവസ്ഥയാണ്. ആ കഴിഞ്ഞ ദിവസത്തെ ടാസ്കിനിടയിൽ ഇന്നലെ ജയിലിൽ കിടക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? മര്യാദയ്ക്ക് ടാസ്ക് കളിക്കാത്തതുകൊണ്ട്. അപ്പോൾ ടാസ്കായിട്ട് കാണാൻ വയ്യ, അവിടെ ഒരു പേഴ്സണൽ ഗ്രഡ്ജ് വയ്ക്കുക, വൈരാഗ്യപൂർവ്വം പെരുമാറുക. മനസ്സിലാവുന്നില്ല ഈ കണ്ടസ്റ്റൻസ്, ഈ സീസണിലെ കണ്ടസ്റ്റൻസ് വളരെ മോശം ഓൾമോസ്റ്റ് എല്ലാവരും. എനിവേ, നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? ഈ സീസണിൽ നിങ്ങൾക്ക് ആരാണ് നിങ്ങളുടെ ഫേവറേറ്റ് കണ്ടസ്റ്റൻറ്റ്? ആരെങ്കിലും ആയിട്ടുണ്ടോ? എനിക്കിതുവരെ ശരിക്കും പറഞ്ഞാൽ ആരും തോന്നുന്നില്ല, ഒരാളെയും അങ്ങനെ ഫേവറേറ്റ് എന്ന് പറയാനായിട്ട് തോന്നുന്നില്ല. ഈവൻ അനീഷിനെ പോലും തോന്നുന്നില്ല. എല്ലാവരും ആവറേജാണ്, എല്ലാവരും. പിന്നെ തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലുമൊക്കെ ജയിച്ച് വന്നാലായി. കഴിഞ്ഞ സീസണിൽ ജിൻഡോ കപ്പ് കൊണ്ടുപോയതുപോലെ ആവാതിരുന്നാൽ മതി. കളിക്കുന്നവർക്ക് വോട്ട് ചെയ്യുക. ഓരോ ദിവസവും ഞാൻ ചെയ്യുന്നത് അങ്ങനെയാണ്. ഓരോ ദിവസവും ആരാണോ നന്നായിട്ട് പെർഫോം ചെയ്യുന്നത് അവർക്ക് വോട്ട് കൊടുക്കുക. അതാണ് ഞാൻ ചെയ്യുന്നത്. അല്ലാണ്ട് എനിക്ക് വേണ്ടപ്പെട്ട ഒരാളാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അവർക്ക് തന്നെ വോട്ട് കുത്തിക്കൊണ്ടിരിക്കത്തില്ല. അത് ചെയ്യുന്നുമില്ല. ഇന്ന് ആരാണോ നന്നായിട്ട് കളിച്ചത് അവർക്ക് വോട്ട് ചെയ്യും. എനിവേ, നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.